വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. 8ാം ക്ലാസ്സിലെ സുഖ് ദുഃഖ് എന്ന കവിതയുടെ 2ാം ഭാഗമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1ാം ഭാഗം കാണാത്തവർ അത് കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണുക. താങ്ക് യു. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കവിത പഠിച്ചിരുന്നു. പേരെന്തായിരുന്നു? സുഖ് ദുഃഖ്. मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल में छावनी, खोले जीवन अपना मुख, सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण, फिर घन में ओझल हो शशि, फिर शशि से ओझल हो घन. കുട്ടികളെ, കവി ജീവിതത്തിൽ മുഴുവനായും സുഖമാണോ ആഗ്രഹിച്ചിരുന്നത്? ബിൽക്കുൽ നഹി, തീർച്ചയായും അല്ല. അപ്പോൾ പിന്നെ കവി ജീവിതത്തിൽ ദുഃഖമാണോ ആഗ്രഹിക്കുന്നത്? നഹി. തോ കവി ക്യാ ചാഹതാ ഹെ? കവി പിന്നെ എന്താണ് ആഗ്രഹിക്കുന്നത്? കവി ചാഹതാ ഹെ കി ജീവൻ മേം ഹമേശ സുഖ ഹി ന ഹോ ഓർ ന ദുഃഖ ഹി. തന്റെ ജീവിതത്തിൽ സ്ഥിരമായ സുഖമോ സ്ഥിരമായ ദുഃഖമോ കവി ആഗ്രഹിക്കുന്നില്ല, അല്ലേ? സുഖ് ദുഃഖ് കി ഖേൽ മിഛാവനി, ഖോലേ ജീവൻ അപ്നാ മുഖ്. ഇവിടെ ഖേൽ മിഛാവനി എന്നാൽ എന്താണ്? നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? കണ്ണു പൊത്തിക്കളി. അതെ, നമ്മൾ കണ്ണു പൊത്തിക്കളിയിൽ എന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ കണ്ണടയ്ക്കുന്നു, ചിലപ്പോൾ കണ്ണു തുറക്കുന്നു. അതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരാനാണ് കവി ആഗ്രഹിക്കുന്നത്. ഇവിടെ यहाँ कवि क्या चाहते हैं? अपने जीवन में सुख और दुख दोनों हो. തന്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ട്. ഹം ആകെ की पंक्तियां देखे. അടുത്ത पंक्तियां നോക്കാം. നമുക്ക് അടുത്ത വരികൾ നോക്കാം. सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण, फिर घन में ओझल हो शशि, फिर शशि से ओझल हो घन. यहाँ സുഖ് ഓർ ദുഃഖ് കെ മിലൻ കോ കവി ക്യാ കഹ്തേ ഹേ? ഇവിടെ കവി സുഖവും ദുഃഖവും ഒന്നിച്ചു ചേരുമ്പോൾ എന്താണ് പറയുന്നത്? മധുർ മിലൻ കഹ്തേ ഹേ. അവ എന്താവും? മാധുര്യമുള്ളതായിട്ട് മാറും. സുഖവും ദുഃഖവും ഒരുമിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? മാധുര്യം ഒരുമിക്കുന്നു. സുഖ് ദുഃഖ് കെ മധുർ മിലൻ സേ ഹമാരാ ജീവൻ കൈസേ ഹോ ജാതാ ഹേ? സുഖ ദുഃഖങ്ങളുടെ മാധുര്യം അറിയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണാവുക? കൈസേ ഹോ ജാതാ ഹേ, എങ്ങനെയുള്ളതാണാവുക? പരിപൂർൺ ഹോ ജാതാ ഹേ, എന്താവും? ജീവിതം പരിപൂർണമായി തീരും. കുട്ടികളെ, ഇവിടെ ഘൻ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? മേഘം, ബാദൽ ഓർ ഓച്ചൽ എന്നാൽ എന്താണ്? അപ്രത്യക്ഷ ഹോന, അപ്രത്യക്ഷമാവുക. ചന്ദ്രൻ ബാദലോമേം ചിപ് ചാത്താ ഹേ, ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞു പോകുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വരുന്നത്. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം. ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ, ജഗ് പീഡിത് രേ അതി സുഖ് സേ, മാനവ് ജഗ് മേ ബൻ ചാവേ, ദുഃഖ് സുഖ് സേ ഓ സുഖ് ദുഃഖ് സേ. ഇവിടെ ജഗിന്റെ അർത്ഥം എന്താണ് കുട്ടികളെ? ജഗ് എന്ന് പറഞ്ഞാൽ ദുനിയ, വേൾഡ്. ഇവിടെ കവി എന്താണ് പറയുന്നത്? ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ, ലോകം, ദുനിയ, പീഡിത് ഹേ, വേദനിക്കപ്പെടുന്നു. അതി ദുഃഖ് സേ, അതീവ ദുഃഖത്താല് ലോകം വേദനിക്കപ്പെടുന്നു. അതായത് അതീവ ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജഗ് പീഡിത് രേ അതി സുഖ് സേ, അതീവ സുഖം വന്നാലും നമ്മൾ വേദനിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യരെന്താണ് ചെയ്യേണ്ടത്? മാനവ് ജഗ്മേ ബേഡ്ചാവേം എന്നുവെച്ചാല് മനുഷ്യൻ എന്ത് ചെയ്യാം? ലോകത്തില് ബേഡ്ചാവേം, അതിനെ വീതിക്കപ്പെടട്ടെ. ബേഡ്ചാവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഭജിക്കപ്പെടട്ടെ, വീതിക്കട്ടെ. എന്തിനെ? ദുഃഖ് സുഖ് സേ ഓ സുഖ് ദുഃഖ് സേ, അതായത് സുഖ ദുഃഖങ്ങളെ മനുഷ്യൻ വീതിക്കപ്പെടട്ടെ എന്ന് വെച്ചാൽ എന്താണ്? മുഴുവനായിട്ട് ദുഃഖവും വേണ്ട, മുഴുവനായിട്ട് സുഖവും വേണ്ട, കുറച്ചു ദുഃഖവും കുറച്ചു സുഖവും. അതാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതി ദുഃഖ് സേ ജഗ് പീഡിത് ഹേ, ഉസി പ്രകാർ
അതി സുഖ് ഭി പീഡാ കാ കാരൺ ഹെ. അതായത് അതി ദുഃഖ് സേ ജഗ് പീഡിത് ഹെ. ലോകം അതീവ ദുഃഖത്താൽ പീഡിതമാണ്. അതേപോലെ ഇസി പ്രകാർ അതി സുഖ് ഭി പീഡാ കാ കാരൺ ഹെ. അതീവ സുഖവും ഈ വേദനയ്ക്ക് കാരണമാണ്. इसलिए कवि चाहते हैं कि दुख और सुख मानव के जीवन में समान रूप से हो जाए. സമാനമായ രീതിയിൽ ജീവിതത്തിൽ എന്ത് ചെയ്യണം? സുഖവും ദുഃഖവും വരാനാണ് കവി ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്ത ലൈൻസ് നോക്കാം. അവിരത് ദുഃഖ ഹേ ഉത്പീഡൻ, അവിരത് സുഖ് ഭി ഉത്പീഡൻ, ദുഃഖ സുഖ് കി നിശാ ദിവാമേ സോതാ ജാഗ്താ ജഗ്ജീവൻ. അതായത് കുട്ടികളെ, അവിരത് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിരത്, അതിന്റെ അർത്ഥം എന്താണ്? അവിരത് നിരന്തർ, തുടർച്ചയായുള്ള, കണ്ടിന്യൂസ്. ഉത്പീഡൻ എന്നാലോ? പീഡാദേനവാല. അതായത് പീഡയുടെ അർത്ഥം നാം ഇപ്പോൾ പഠിച്ചു. എന്താണത്? വേദന. അപ്പോൾ ഉത്പീഡൻ എന്നാലോ? പീഡാദേനവാല എന്ന് വെച്ചാൽ വേദന നൽകുന്നവൻ. കവിയുടെ വരികളിൽ വേദന നൽകുന്നയാൾ ആരാണ്? अविरत दुख और अविरत सुख दोनों പീഡാദായക് ഹേ. കവിയുടെ വരികളിൽ എന്താണ്? അധികമായ ദുഃഖവും, അവിരത് ദുഃഖ് തുടർച്ചയായുള്ള ദുഃഖവും, ഓർ അവിരത് സുഖ് തുടർച്ചയായുള്ള സുഖവും. ഇവ രണ്ടും നമ്മെ നിരന്തരമായിട്ട് എന്ത് ചെയ്യും? വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അവിരത് സുഖ് ഭി ഉത്പീഡൻ, ക്യാ ആപ് ഇസ്സേ സഹമത് ഹേ? ക്യോ? കുട്ടികളെ, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ വളരെ സുഖമാണ് എപ്പോഴും. അപ്പോൾ സുഖത്തിന്റെ മഹത്വം നമുക്ക് അറിയാൻ സാധിക്കുമോ? ഇല്ല. സുഖത്തിന്റെ മഹത്വം എപ്പോഴാണ് നാം തിരിച്ചറിയുന്നത്? ദുഃഖം വരുമ്പോഴാണ് സുഖത്തിന്റെ മഹത്വം നാം തിരിച്ചറിയുന്നത്. അപ്പോൾ ദുഃഖമുള്ളപ്പോഴോ? നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോഴാണ് അതൊരു സന്തോഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ, അല്ലേ? ഇനി അടുത്ത നോക്കാം. ദുഃഖ് സുഖ് കി നിശാ ദിവാമേ സോതാ ജാഗ്താ ജഗ്ജീവൻ. നിശ എന്നാൽ എന്താണ്? രാത്രി. ദിവ എന്ന് പറഞ്ഞാലോ? ദിവസം. ദുഃഖത്തെ നിശ, അതായത് രാത്രിയെ കൊണ്ട് ഉപമിച്ചിരിക്കുന്നു ഇവിടെ കവി, അല്ലെ? ഇവിടെയും കവി സുഖത്തെയും ദുഃഖത്തെയും രണ്ട് പ്രതീകങ്ങളായി തിരിച്ചിരിക്കുന്നു. സുഖത്തിനെ എന്തുമായാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്? സഹി, ദിനത്തിന്റെ രൂപത്തിൽ, അല്ലെ? അതായത് പകലിന്റെ പോലെ. ദുഃഖരൂപത്തിലുള്ള രാത്രിയിൽ ജീവിതം ഉറങ്ങിപ്പോകുന്നു, അല്ലെ? ദുഃഖ് സുഖ് കി നിശാ ദിവാമേ സോതാ ജാഗ്താ ജഗ്ജീവൻ. ദുഃഖത്തിന്റെ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉറങ്ങിപ്പോകുന്നു. അതുപോലെ സുഖത്തിന്റെ ആ പകലിൽ നമ്മൾ നമ്മൾ ഉയർന്നെഴുന്നേൽക്കുന്നു. ജീവിതം എന്ത് ചെയ്യും? സുഖരൂപത്തിലുള്ള പകലിൽ ജീവിതം ഉയർത്തെഴുന്നേൽക്കുകയും ദുഃഖത്തിലുള്ള ജീവിതത്തിൽ ദുഃഖരൂപത്തിലുള്ള രാത്രിയിൽ നാം ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതുപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇനി വരികൾ നോക്കൂ. എന്താണ് വരികളുടെ ആശയം? കവി കെ അനുസാർ അബ് ദുഃഖ് കെ സമാൻ സുഖ് ഭി പീഡാ കാ കാരൺ ഹേ. അതായത് ദുഃഖവും സുഖവും പീഡാ കാ കാരൺ ഹേ, വേദനയ്ക്ക് കാരണമാണ്. ഹം രാത് മേം സോ ജാത്തെ ഹേ, നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നു. ഓർ പ്രഭാത് മേം ജാഗ് ഉഠ്തേ ഹേ, നമ്മള് പകലിൽ പ്രഭാതത്തിൽ എണീക്കുന്നു. ഉസി പ്രകാർ, ഇപ്രകാരം, ഇത്തരത്തിൽ ദുഃഖ് ഓർ സുഖ് കെ ആ ജാനെ സേ ജഗത് കാ ജീവൻ ചൽത്താ രഹ്താ ഹേ. മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ്? സുഖദുഃഖങ്ങൾ ഇതുപോലെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത വരികൾ നോക്കാം നമുക്ക്. യഹ് സാഞ്ച് ഉഷാ കാ ആംഖൻ ആലിംഗൻ വിരഹ് മിലൻ കാ ചിർഹാസ് അശ്രുമയി ആനൻ രേ ഇസ് മാനവ് ജീവൻ കാ. ഇവിടെ സാഞ്ച് എന്ന വാക്കും ഉഷ എന്ന വാക്കും നിങ്ങൾക്ക് പരിചിതമല്ലേ? സാഞ്ച് എന്നാൽ എന്താണ്? സന്ധ്യ. ഉഷ എന്നാൽ പ്രഭാത്. ഇതുപോലെ ആംഗൻ എന്നാൽ എന്താണ്? മുറ്റം, കോട്ടിയാട്, അങ്കണം എന്നൊക്കെ പറയില്ലേ? യഹ് സാഞ്ച് ഉഷാ കാ ആംഗൻ, സന്ധ്യ കഴിഞ്ഞാൽ പ്രഭാതം വരുന്നു. ഇവിടെ കവി എന്താണ് പറയുന്നത്? വിരഹ് എന്നാൽ എന്താണ്? വേർപാട്.
സെപ്പറേഷൻ. മിലൻ എന്നാൽ യൂണിയൻ. അപ്പോൾ ഈ വരികളുടെ ആശയം എന്താണ്? അതായത് യഹ് സാഞ്ചൂഷാക്ക ആങ്കൻ, ഇത്തരത്തിൽ സന്ധ്യ കഴിഞ്ഞ് പ്രഭാതം വരുന്നത് പോലെ, ആലിംഗൻ വിരഹ് മിലൻക, വേർപാട് കഴിഞ്ഞ് ഒരു ഒരുമിക്കലും ഉണ്ടാകുന്നു. ഇവിടെ കവി സുഖദുഃഖത്തെ സന്ധ്യയെയും പ്രഭാതത്തെയും സാമാന്യപ്പെടുത്തിയിരിക്കുന്നു അല്ലെ. ജീവൻ രൂപി ആംഗൻ മേം സുഖ് ഓർ ദുഃഖ് സാഞ്ച് ഓർ ഉഷാ കി തരഹ് ഹെ, അതായത് ജീവിതമെന്ന അങ്കണത്തിൽ, മുറ്റത്തിൽ സുഖ് ഓർ ദുഃഖ് സാഞ്ച് ഓർ ഉഷാ കി തരഹ് ഹെ, സുഖവും ദുഃഖവും എന്താണ്? സന്ധ്യയുടെയും പകലിന്റെയും പ്രഭാതത്തിന്റെയും പോലെയാണ്. സന്ധ്യ കെ ബാദ് പ്രഭാത് ആ ജാതാ ഹെ, സന്ധ്യ കഴിഞ്ഞെന്തെയും പ്രഭാതമായി വരുന്നു. ഇസ് തരഹ് വിരഹ് കെ ബാദ് മിലൻ ഹോത്താ ഹെ, നമ്മൾ എന്ത് ചെയ്യും? വിരഹം, നമ്മൾ വേർപാട് കഴിഞ്ഞ് ഒരു ഒരുമിക്കൽ, ഒരു ഒത്തുകൂടൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അടുത്ത വരികൾ എന്താണ്? ചിർഹാസ് അശ്രുമയി ആനൻ രേ ഇസ് മാനവ് ജീവൻ കാ. ആദ്യം അറിയാത്ത വാക്കുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഹാസ് എന്നാൽ എന്താണ്? ചിരി, സന്തോഷം, ഹാപ്പിനെസ്. അശ്രു എന്നാലോ? കണ്ണുനീർ, ടിയേഴ്സ്. പിന്നെ ആനൻ എന്നാൽ എന്താണ്? മുഖ്, ഫേസ്. ഇനി നോക്കൂ മക്കളെ, ഹാസ് എന്നത് എന്തിന്റെ പ്രതീകമാണ്? അച്ഛാ, സുഖത്തിന്റെ അല്ലെ. പിന്നെ അശ്രുവോ എന്തിന്റെ പ്രതീകമാണ്? ദുഃഖത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ ഇവിടെ കവി എന്താണ് ആഗ്രഹിക്കുന്നത്? ഏതുപോലെയാണോ മുഖത്ത് കളിയും ചിരിയും മാറി മാറി വരുന്നത്, അതുപോലെ മനുഷ്യ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ മാറി മാറി വരട്ടെ. അതാണ് ശരിയായ ജീവിതം. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ, ദുഃഖമല്ലേ സുഖത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത്? ഇനി നോക്കൂ, ഈ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖിയേ. ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സൻസാർ ദുഃഖ് ഓർ സുഖ് കി അധികത സേ പീഡിത് ഹേ, ലോകം ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും അധികത്തിൽ, അതായത് അധികമായ ദുഃഖത്താലും സുഖത്താലും ലോകം പീഡിതമായി കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ആ വരികള്? ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ, ജഗ് പീഡിത് രേ അതി സുഖ് സേ അല്ലെ. നെക്സ്റ്റ്, മാനവ കാ സൻസാർ സുഖ് ഓർ ദുഃഖ് സേ ബൈഠ് ജാവേ, അതായത് മനുഷ്യൻ എന്ത് ചെയ്യണം? മനുഷ്യന്റെ ജീവിതത്തിൽ സുഖവും ദുഃഖത്തെയും വിഭജിച്ചെടുക്കണം. അർത്ഥം വരുന്ന വരികൾ ഏതാണ്? മാനവ് ജഗ് മേ ബൈഠ് ജാവേ, ദുഃഖ് സുഖ് സേ ഓ സുഖ് ദുഃഖ് സേ. അടുത്തത്, ശാശ്വത് ദുഃഖ് ഓർ സുഖ് ദോനോ ഉത്പീഡൻ ഹേ, അതായത് തുടർച്ചയായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള സുഖവും ദുഃഖവും എന്താണ്? വേദന നൽകുന്നതാണ്. ആ വരികൾ ഏതാണ്? അവിരത് ദുഃഖ് ഹേ ഉത്പീഡൻ, അവിരത് സുഖ് ഭി ഉത്പീഡൻ. പിന്നീടോ, യഹ് സംസാർ ദുഃഖ് രൂപി രാത് മേം സോത്താ ഹേ ഓർ സുഖ് രൂപി ദിൻ മേം ജാതാ ഹേ, അതായത് ജീവിതം എന്ത് ചെയ്യും? ദുഃഖരൂപത്തിലുള്ള രാത്രിയിൽ ഉറങ്ങിപ്പോവുകയും സുഖരൂപത്തിലുള്ള പകലിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. അടുത്തത് എന്താണ്? മനുഷ്യ കാ മുഖ് ഹാസി ഓർ ആസു സേ ഭർ ജായേ, മനുഷ്യന്റെ മുഖത്ത് കളിയും ചിരിയും മാറി മാറി വരുന്നു. അതെന്താണ്? ചിർഹാസ് അശ്രുമയി ആനന്ദ് രേ ഇസ് മാനവ് ജീവൻ കാ അല്ലെ. ഇനി നമ്മൾ ഈ കവിതയിലെ ശബ്ദയുഗ്മ നോക്കാം. എന്താണ് ശബ്ദയുഗ്മ? ശബ്ദയുഗ്മ എന്നാൽ രണ്ട് വാക്കുകൾ കൂടി ചേർന്നത്. ഒരു ഉദാഹരണം നോക്കൂ. പാഠത്തിന്റെ പേരെന്താണ്? സുഖ് ദുഃഖ്. സുഖ് ദുഃഖ് എന്നതും ഒരു ശബ്ദയുഗ്മാണ്. അതായത് സുഖ് എന്നും ദുഃഖ് എന്നും ഒരുമിച്ചല്ലേ വന്നിട്ടുള്ളത്. ഇനിയും വേറെ ഏതെല്ലാം ഉണ്ട് പാഠഭാഗത്ത്? ഒന്ന് നോക്കൂ, നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്നതാണ് ചിർ സുഖ്, പിന്നീടോ ചിർ ദുഃഖ്, പിന്നീട് അതിൽ വരുന്നില്ല, പിന്നീട് സുഖ് ദുഃഖ് തന്നെ അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റിലും വരുന്നില്ല, പിന്നീട് വരുന്നതാണ് അതിദുഃഖ്, അതുപോലെ തന്നെ അതിസുഖ്, വീണ്ടും ദുഃഖ് സുഖ്, സുഖ് ദുഃഖ് അല്ലെ. പിന്നീട് അടുത്തത് നോക്കുകയാണെങ്കിൽ നിഷാദിവ, നിഷാദിവ എന്ന് പറയുന്നുണ്ട്. അതുപോലെ സോത ജാഗ്ത, പിന്നീടോ ജഗ്ജീവൻ, മാനവ ജീവിതം. പിന്നീട് ഹാസ് അശ്രുമൈ, വിരഹ് മിലൻ, മാനവ ജീവൻ. ഇവയെല്ലാം എന്താണ്?
ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ശബ്ദയുഗ്മിൽ പെട്ടതാണ്. ഇനി വർഗ് പഹേലി നോക്കാം. എന്താണ് വർഗ് പഹേലി? ന്യൂസ് പേപ്പേഴ്സിലെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് പദപ്രശ്നം അല്ലേ? അപ്പോൾ എന്താണ്, ഫസ്റ്റിൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതെന്താണ് ചെയ്യേണ്ടത്? ദായി ഓർ എന്ന് വെച്ചാല് റൈറ്റിലേക്ക്, വലതുവശത്തേക്ക് എഴുതണം. അടുത്തത് നീച്ചേക്ക് ഓർ, താഴോട്ടും എഴുതാനുള്ളതാണ്. 1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താണ്? മുഖ സമാനാർത്ഥ ശബ്ദ്, മുഖത്തിന്റെ സമാനാർത്ഥ ശബ്ദം ഈ കവിതയിൽ തന്നിട്ടുണ്ട്. എന്താണത്? ആനൻ അല്ലേ? അടുത്തതോ ഇസ്ക അർത്ഥ ഹേ ആകാശ്, ഇതിന്റെ അർത്ഥം ആകാശ് എന്നാണ്, ആകാശം എന്നാണ്. അപ്പൊ അതെന്താണ്? ഗഗൻ. പിന്നീട് സുഖ ദുഃഖ കെ മിലൻ സെ യഹ് പരിപൂരൺ ഹോ ജാതാ ഹേ, ഈ സുഖദുഃഖത്തിന്റെ ഈ ഒരുമിക്കലിൽ ഇത് പരിപൂർണമാകുന്നു. എന്താണ് പരിപൂർണമാകുന്നത്? ജീവൻ അല്ലേ? നെക്സ്റ്റ് യഹ് നിരന്തർ കാ സമാനാർത്ഥ ഹേ, നിരന്തരം എന്നുള്ളതിന്റെ സമാനാർത്ഥം എന്താണ്? അവിരത്. ഓക്കെ, നെക്സ്റ്റ് താഴോട്ടുള്ളതാണ് നോക്കുന്നത്. സഫലത പാനെ കെ ലിയേ ഇസ്കി ജറൂരത്ത് ഹേ, എന്താണത്? മെഹനത്. പിന്നീട് മേഘ കെ ലിയേ ഇസ് കവിത മേം പ്രയുക്ത ശബ്ദ്, മേഘത്തിന്റെ മറ്റൊരു ശബ്ദം ഗൻ അല്ലെ? നെക്സ്റ്റ് കവിത മേ സൻസാർ കാ പ്രതീകാത്മക ശബ്ദ്, കവിതയില് സൻസാർ എന്നതിന്റെ പ്രതീകാത്മകമായ ശബ്ദം എന്താണ്? 4 എന്താണ്? ജഗൻ. ഉഷാക്ക അർത്ഥ, ഉഷയുടെ അർത്ഥം എന്താണ്? 7 പ്രഭാത്. ഓക്കെ, നെക്സ്റ്റ് സുഖ് ദുഃഖ് കിസ് വിധ കി രചന, ഏത് തരത്തിലുള്ള രചനയാണ് സുഖ് ദുഃഖ് എന്ന് പറയുന്നത്? കവിതയാണ് അല്ലെ? കവിത. യഹ് കഭി നഹീം ബോൽനാ ചാഹിയേ, ഇത് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. എന്താണ്? ഛൂട്ട്, കളവ്. ഇനി നമ്മൾ കവിതാക്ക ആശയ, കവിതയുടെ ആശയം എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് നോക്കേണ്ടത്. കവിതാക്ക ആശയ, എന്ത് ചെയ്യണം? കവിതയുടെ ആശയം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, അത് അതിൽ ഉൾപ്പെടുത്തുകയും വേണം. പിന്നെയോ കവി പരിചയ, കവിയെ പരിചയപ്പെടുത്തണം അല്ലെ? പിന്നെ വിഷയവസ്തു, എന്താണ് ടോപ്പിക്, എന്താണ് വിഷയം. പിന്നെയോ അപ്ന ദൃഷ്ടികോൺ, നമ്മുടെ കാഴ്ചപ്പാട്, ആ കവിതയിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്ത് എന്നും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ടീച്ചർ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്താണ്? ജ്ഞാൻപീഠ് സെ പുരസ്കൃത് കവി ഹേ സുമിത്രാനന്ദ് പന്ത്, അദ്ദേഹം ജ്ഞാനപീഠം നേടിയ പുരസ്കാര ജേതാവാണ്. ഉൻകി സരൽ കവിത ഹേ സുഖ് ദുഃഖ്, അദ്ദേഹത്തിന്റെ ഒരു സരളമായ കവിതയാണ് എന്ത്? സുഖ് ദുഃഖ്. ഇതൊക്കെ നമ്മൾ ആദ്യത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. इसमें कवि कहते हैं कि वे जीवन में चिर सुखिया चिर दुख नहीं चाहते हैं, ഇവിടെ കവി എന്താണ് പറയുന്നത്? ജീവിതത്തിൽ സ്ഥിരമായ ദുഃഖമോ സുഖമോ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. സുഖ് ദുഃഖ് കി മധുർ മിലൻ സെ ഹമാരാ ജീവൻ പരിപൂർൺ ഹോ ജായേ, നമ്മുടെ ജീവിതം എപ്പോഴാണ് പരിപൂർണമാകുന്നത്? സുഖ ദുഃഖം കൂടി ചേരുമ്പോൾ. അതിസുഖ് ഓർ അതിദുഃഖ് ദോനോ പീഡാക്കെ കാരൺ ഹേ, അധികമായ സുഖവും അധികമായ ദുഃഖവും എന്താണ്? വേദനയ്ക്ക് കാരണമാകുന്നു. കവി ചാഹ്താ ഹേ കി മാനവ ജീവൻ മേം സുഖ് ഓർ ദുഃഖ് സമാൻ രൂപ് സെ ഹി ജായേ, കവി എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മനുഷ്യ ജീവിതത്തിൽ സുഖവും ദുഃഖവും സമാന രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. ഇതോടു കൂടി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കും. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്